ചില ഹസ്ബൻഡിനോട് വൈഫ് ഇമോഷണലി അവരുടെ സങ്കടങ്ങൾ പറയുമ്പോൾ നീ വെറുതെ ഓരോന്ന് ആലോചിച്ച് കൂട്ടുന്നതാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ അവരെ തള്ളിക്കളയരുത്. ഇവർക്ക് വേണ്ടത് ഒന്ന് കേൾക്കലാണ്. ചിലപ്പോൾ ഇവർക്ക് സൊല്യൂഷൻ ആയിരിക്കില്ല വേണ്ടത്. അവരുടെ ഇമോഷൻസിന് റെസ്പെക്റ്റ് ആയിരിക്കും. അവരുടെ ഉള്ളിലെ ഭാരം ഒന്ന് ഇറക്കി വെക്കാൻ, നിങ്ങളൊന്ന് കേൾക്കാൻ വേണ്ടി മാത്രമാണ്. നമ്മളിൽ പലരും വിചാരിക്കുന്നത് പണമോ ലക്ഷ്വറി ലൈഫോ ഉണ്ടെങ്കിൽ ഒരു ബന്ധം അടിപൊളിയാക്കാമെന്നാണ്. എന്നാൽ സത്യത്തിൽ നിങ്ങളുടെ പാർട്ട്ണർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് നിങ്ങളുടെ അറ്റൻഷനാണ്. അവരൊന്ന് സംസാരിക്കാൻ വരുമ്പോൾ ആ കയ്യിലുള്ള ഫോണൊന്ന് മാറ്റിവെച്ച് അവരുടെ കണ്ണുകളിലേക്ക് നോക്കി ഒന്ന് കേൾക്കാൻ തയ്യാറായാൽ തീരാവുന്ന പ്രശ്നങ്ങളെ മിക്ക ബന്ധങ്ങളിലുള്ളൂ. നിനക്ക് സങ്കടമുണ്ടോ? എന്താണ് നിന്നെ വിഷമിപ്പിക്കുന്നത് എന്നൊരൊറ്റ ചോദ്യം മതി തകർന്നു പോയ ഒരു മനസ്സിനെ ചേർത്ത് പിടിക്കാൻ. അങ്ങനെ ഒരു കരുതൽ ഇല്ലാതാകുമ്പോൾ ഒരേ വീടിനുള്ളിൽ വർഷങ്ങളോളം ഒരുമിച്ച് കഴിഞ്ഞാലും നിങ്ങൾക്കിടയിലുള്ള ദൂരം കൂടിക്കൊണ്ടേയിരിക്കും. ഹൃദയങ്ങൾ തമ്മിൽ മിണ്ടാതായാൽ പിന്നെ ആ വീട് വെറുമൊരു കെട്ടിടം മാത്രമാണ്. ആ കെട്ടിടത്തെ ഒരു സ്വർഗമാക്കാൻ വലിയ കാര്യങ്ങളൊന്നും വേണ്ടടോ. പരസ്പരം കേൾക്കാനുള്ള ഒരു മനസ്സ് മാത്രം മതി. വെറും റൂംമേറ്റ്സായി ജീവിക്കാതെ പരസ്പരം മനസ്സിലാക്കുന്ന പാർട്ട്ണർ ആവാൻ നമുക്ക് ഓരോരുത്തർക്കും ശ്രമിക്കാം.